അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2 ഞായറാഴ്ച. കേന്ദ്ര ബജറ്റ് നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാർക്കും മധ്യവർഗ വിഭാഗത്തിനും ഗുണം ചെയ്യുന്ന ബജറ്റാണെന്നും ധാരാളം തൊഴിലവസരങ്ങളും ഉറപ്പുതരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളം നേടിയ പുരോഗതി മുൻനിർത്തി കേരളത്തെ കേന്ദ്രം ശിക്ഷിക്കുകയാണെന്നും കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെയാകെ നിരാകരിച്ച കേന്ദ്ര ബജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ ഏതാണ്ട് 40,000 കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയിലാണുള്ളതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം എന്ന പേര് പോലും പരാമർശിക്കാത്ത തരത്തിലുള്ള കടുത്ത അവഗണനയാണ് കേന്ദ്ര ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന് സഹായമില്ലെന്നും എയിംസിനെ കുറിച്ചും പരാമർശമില്ലെന്നും വയനാട് പാക്കേജ് പോലും അനുവദിച്ചില്ലെന്നും സതീശൻ വിമർശിച്ചു. ആദായ നികുതി പരിധി ഉയർത്തിയത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി മധ്യവർഗത്തിന് അനുകൂലമായ ബജറ്റ് എന്ന പ്രചാരണം നടത്തുന്നതല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനവുമില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും ഇത്രയധികം ആനുകൂല്യങ്ങൾ കിട്ടിയ മറ്റൊരു ബജറ്റ് രാജ്യം കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ അവഗണിച്ചതിനെതിരെ ദുരന്തബാധിതരുടെ സംഘടന ബജറ്റിൽ വലിയ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും മുണ്ടക്കൈ ഇന്ത്യയിലല്ലേ എന്ന് സംശയിച്ചു പോവുകയാണെന്നും ദുരന്തബാധിതരുടെ സംഘടനയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പ്രതികരിച്ചു. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഒരു നടപടിയും ഉണ്ടാകാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഹോം സ്റ്റേകൾക്ക് മുദ്രാ വായ്പ അനുവദിക്കാനുള്ള ബജറ്റ് തീരുമാനം സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിതെളിയിക്കുന്നതാണെന്ന് റിപ്പോർട്ടുകൾ. നിലവിൽ ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ലഭിച്ച 1000-നടുത്തുള്ള ഹോം സ്റ്റേകൾ ഉൾപ്പെടെ 6000-നടുത്ത് ഹോം സ്റ്റേകളാണ് സംസ്ഥാനത്തുള്ളത്. കേരളത്തിന്റെ ദീർഘനാളത്തെ ആവശ്യമായ എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയോട് തികച്ചും അവഗണനയാണ് ഈ ബജറ്റിലും ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം ആദ്യം നൽകുന്നത്. കേന്ദ്ര ബജറ്റിൽ വയനാടിന് സഹായം പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മന്ത്രി ജോർജ് കുര്യന്റെ മറുപടി. അതേസമയം എയിംസ് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൽകി കഴിഞ്ഞാൽ മുൻഗണന അനുസരിച്ച് എയിംസ് അനുവദിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് ഇടത്തരക്കാരായ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നതിനും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതാണെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി. ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിന് വഴിയൊരുക്കുമെന്നും ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ബജറ്റെന്നും യൂസഫലി പറഞ്ഞു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നുവെന്നും കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജിയെത്തിയ സാഹചര്യത്തിലാണിതെന്നും ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേസ് പെട്ടെന്ന് തീർപ്പാക്കിയാൽ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കുമെന്നും കമ്മീഷന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്നും എൻക്വയറി ആക്ട് പ്രകാരം തന്നെയാണ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളതെന്നും സർക്കാരിന്റെ വശം സർക്കാർ പറയുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടി വരുമെന്ന് സംസ്ഥാന നേതാക്കളോടും മുൻ MLA-മാരോടും KC വേണുഗോപാൽ. വാർഡിലെ ജനങ്ങൾ കൂടെ നിന്നെങ്കിൽ മാത്രമേ നിയമസഭ പിടിക്കാനാകൂവെന്നും വാർഡുകളിൽ നിങ്ങളുടെ സേവനം ഉറപ്പാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു.
തിരുവനന്തപുരം DCCയുടെ കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. നേതാക്കൾ തമ്മിലടിക്കരുതെന്നും ഒരുമിച്ചിരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂവെന്നും പക്ഷേ ഇരിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ലെന്നും പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്നും ആ ഒഴിഞ്ഞുമാറൽ ഇനി വേണ്ടെന്നും KC വേണുഗോപാൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനെ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നയിക്കുമെന്നും UDF അധികാരത്തിൽ വന്നാൽ പ്രധാന പദവി PK കുഞ്ഞാലിക്കുട്ടിക്കാവുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദങ്ങൾ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് സമ്മതമാണെങ്കിൽ ലീഗിന് സന്തോഷമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. BDJS NDA മുന്നണി വിടുമെന്നുള്ള അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിനായി പ്രമേയം പാസാക്കിയെന്നുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. NDAയുമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും ഒറ്റക്കെട്ടായാണ് പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം തലയോലപ്പറമ്പ് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ സംഘർഷം. ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കത്തിൽ വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടി. പള്ളിയിലെ വൈദികൻ ജോൺ തൊട്ടുപുറത്തെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തു. വീടിനുള്ളിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റ 11കാരന്റെ തലയിൽ തുന്നിലിട്ടത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലെന്ന് ആരോപണം. ഇന്നലെ വൈകിട്ട് 4:30 വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. ചെമ്പുമുറിഞ്ഞുപുഴ കുമ്പേൽ KP സുജിത്ത് സുരഭി ദമ്പതികളുടെ മകൻ S ദേവതീർത്ഥനാണ് വീട്ടിനുള്ളിൽ തെന്നി വീണ് തലയുടെ വലതുവശത്ത് പരിക്കേറ്റത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ജനലിന്റെ അരികിൽ ദേവതീർത്ഥനെ ഇരുത്തി മൊബൈലിന്റെ വെളിച്ചത്തിൽ ഡോക്ടർ തുന്നലിടുകയായിരുന്നു. ഇരുട്ടാണല്ലോ വൈദ്യുതി ഇല്ലേ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് ജനറേറ്ററിന് ഡീസൽ ചെലവ് കൂടുതലാണെന്നും വൈദ്യുതി പോയാൽ തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് വെക്കാറില്ലെന്നുമായിരുന്നു അറ്റൻഡറുടെ മറുപടി. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണകാരണം കഴുത്തിൽ ഷാൾ കുരുങ്ങിയതും വൈദ്യസഹായം വൈകിയതുമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കൊടും ക്രൂരതയ്ക്കൊടുവിൽ സഹികെട്ട് ഷാളിൽ കുരുക്കിട്ട് പെൺകുട്ടി ഫാനിൽ തൂങ്ങി മരിക്കാനൊരുങ്ങി. പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെയാണ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ഷാളിൽ തൂങ്ങിയത്. ഇതും പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചതുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു പകൽ മുഴുവൻ വൈദ്യസഹായം നിഷേധിച്ചതും ജീവൻ അപകടത്തിലാക്കി. തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്നും ചാടി 15 വയസ്സുകാരൻ മിഹിർ മുഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതിയായ ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതിൽ സർക്കാർ ഇടപെടലുണ്ടായിട്ടുണ്ടെന്നും KB ഗണേഷ് കുമാർ അടക്കം 2 മന്ത്രിമാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഷെറിന്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാർ എങ്കിൽ ലോക്കൽ ഗാർഡിയനായ മറ്റൊരു മന്ത്രിയും ചെങ്ങന്നൂരിൽ തന്നെയുണ്ടെന്നും അബിൻ വർക്കി ആരോപിച്ചു. വയനാട്ടിൽ UP സ്വദേശിയായ തൊഴിലാളിയെ കൊന്ന് ബാഗിലാക്കി ഉപേക്ഷിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുടെ ഭാര്യയും അറസ്റ്റിൽ. ഇന്നലെയാണ് മുഖീബ് എന്നയാളുടെ മൃതദേഹവുമായി മുഹമ്മദ് ആരിഫ് എന്ന യുവാവ് പിടിയിലായത്. ഭാര്യയുമായി മുഖീബിന് ഉണ്ടായിരുന്ന ബന്ധമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പോലീസിനോട് വിശദമാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ മുഹമ്മദ് ആരിഫിന്റെ ഭാര്യ സൈനബയാണ് കേസിൽ ഇപ്പോൾ പിടിയിലായത്. സൈനബയുടെ അറിവോടെയാണ് മുഖീബിനെ മുഹമ്മദ് ആരിഫ് കൊലപ്പെടുത്തിയത് എന്നാണ് കണ്ടെത്തൽ. പ്രതികൾ യുവാവിനെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിൽ തോർത്തുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് വെന്തു മരിച്ചത്. വൃദ്ധ ദമ്പതികളുടെ മരണത്തിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇവരുടെ മകൻ വിജയൻ കുറ്റം സമ്മതിച്ചതായി ആലപ്പുഴ SP മോഹനചന്ദ്രൻ പറഞ്ഞു. മാതാപിതാക്കൾക്ക് എന്തു ചെയ്തു കൊടുത്താലും തൃപ്തിയില്ലായിരുന്നുവെന്നും ഇതോടെ മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ പ്രതി തീരുമാനിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകം നടത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു വിജയന്റെ പദ്ധതി. എന്നാൽ ഇതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി പോരാടിയ അതിജീവിത സാക്കിയ ജാഫ്രി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP ഇസ്ഹാൻ ജാഫ്രിയുടെ ഭാര്യയാണ് സാക്കിയ ജാഫ്രി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ അഹമ്മദാബാദിൽ വെച്ചായിരുന്നു അന്ത്യം.
അടുത്ത 3 വർഷങ്ങൾക്കുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. ഇതിൽ 200 സെന്ററുകൾ 2025-26 വർഷത്തിൽ തന്നെ നിർമ്മിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലുമായി അടുത്ത വർഷം 10,000 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത് ചില സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന നീതിബോധമില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിനെയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയെയും മാത്രമാണ് ബജറ്റിൽ പരിഗണിച്ചതെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന വിമർശനം. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി വിട്ട 8 MLA-മാരും BJP-യിൽ ചേർന്നു. വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിൽ സജീവമാകുമെന്ന് രാജിവെച്ച MLA-മാർ വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടി വിട്ട 8 MLA-മാരെയും BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ആണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. 8 പേർക്കും BJP അംഗത്വം നൽകി. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നവീൻ ചൌള അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിയോടെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2005 മെയ് 16-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ നവീൻ ചൌള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും ജോലി ചെയ്തിട്ടുണ്ട്. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തി ഡൊണാൾഡ് ട്രംപ്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കാനഡയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് 10% മാത്രമേ നികുതി ചുമത്തുകയുള്ളൂ. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% നികുതി ചുമത്തി. അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ ചെറുവിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 6 മരണം. വിമാനം തകർന്നു വീണ പ്രദേശത്തെ 19 പേർക്ക് പരിക്കേറ്റു. ഫിലാഡൽഫിയയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് രോഗിയായ പെൺകുട്ടിയുമായി മിസോറി വഴി മെക്സിക്കോയിലേക്ക് മടങ്ങുകയായിരുന്ന വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇതുവരെ 5 സ്വർണം. 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ജയറാമും 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സാജൻ പ്രകാശുമാണ് കേരളത്തിനായി ഏറ്റവും ഒടുവിൽ സ്വർണമണിഞ്ഞത്. ഇതോടെ 5 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഈ ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ ആകെ മെഡൽ നേട്ടം 9ആയി. BCCIയുടെ 2023-24 മികച്ച അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റർക്കുള്ള പോളി ഉംറിഗർ പുരസ്കാരം ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക്. സ്മൃതി മന്ദാനയ്ക്കാണ് മികച്ച അന്താരാഷ്ട്ര വനിതാ താരത്തിനുള്ള പുരസ്കാരം. പുരുഷ ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റ താരത്തിനുള്ള പുരസ്കാരം സർഫ്രാസ് ഖാനും വനിതാ അരങ്ങേറ്റ താരത്തിനുള്ള പുരസ്കാരം കേരള താരം ആശാ ശോഭനയ്ക്കുമാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.